ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേർക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ആയിരിക്കും അല്ലേ? പാലക്കാടൻ ഉരുക്ക് എന്നറിയപ്പെടുന്നത്, അതായത് വെളുത്തുള്ളി ഉരുക്കിയത് എന്നാണ് അതൊന്ന് ഉദ്ദേശിക്കുന്നത്. പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് 100% നിങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവും. നല്ല ആ പഴയ എന്താ പറയുക, ചിട്ടപൂർവം ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഉരുക്കിയത് കഴിക്കാതെ നമ്മൾ എണീക്കുന്ന പ്രശ്നമേ ഇല്ല. നമ്മുടെ അമ്മമ്മമാരും മുത്തശ്ശിമാരും അമ്മമാരും ഒന്നും ഇത് കഴിക്കാതെ നമ്മളെ വിടുന്ന പ്രശ്നവും ഇല്ല. അത്രയ്ക്ക് നല്ല ഒരു സംഭവമാണ് ഈ ഒരു ഡിഷ്, അതായത് വെളുത്തുള്ളി ഉരുക്കിയത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇതൊരു നല്ല വിഭവമാണ്. നല്ല ആരോഗ്യത്തിന്, നല്ല രീതിയിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കാൻ നല്ലൊരു വിഭവമാണ്. എല്ലാ ദിവസവും കഴിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ 10-42 ദിവസം പ്രസവിച്ച് കിടക്കണ സമയത്ത് കഴിക്കണമാതിരി കഴിക്കണം എന്നൊന്നും പറയില്ല. മാസത്തിലൊരിക്കൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു മാറ്റത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റിലാണെങ്കിൽ അപാരാണ്. ഈ വെളുത്തുള്ളി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഇഷ്ടപ്പെടാൻ വേറെ ഒന്നും തന്നെ വേണ്ട. വീട്ടിലുള്ളവർക്ക് കൊടുത്തു നോക്കുക. എന്താ കാര്യം, അങ്ങനെ ഞാൻ എന്താ അപ്രോച്ച് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴൊക്കെ തോന്നുന്നുവോ ഞാൻ അപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതൊരു വളരെ നൊസ്റ്റു ഫീലിംഗ് ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ പാലക്കാടൻ ഉരുക്ക്. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാലക്കാടൻ ഉരുക്ക് അല്ലെങ്കിൽ വെളുത്തുള്ളി ഉരുക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു കാര്യം, ഇത് മാക്സിമം എല്ലാ പെൺകുട്ടികളും എല്ലാവരും നമ്മളിത് അമ്മമാരുണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ആ പഥ്യത്തിന്റെ സമയത്ത് കഴിക്കും എന്നല്ലാതെ അതല്ലാത്ത സമയത്ത് ഇത് കഴിക്കാൻ നമ്മൾ കൂട്ടാക്കാറില്ല. അതാണ് അതിന്റെ സത്യം. ഓക്കെ, പക്ഷെ ഇത് എന്താ പറയുക, മാസത്തിലൊരിക്കലെങ്കിലും കഴിച്ചു നോക്കൂ. നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സ്പെഷ്യലി ലേഡീസ്, നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. എന്നാലേ വീട്ടിലുള്ളവർക്ക് മുന്നോട്ടേക്ക് കാര്യങ്ങൾ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ, ഞാൻ ഒരു മീഡിയം സൈസ് ഒരു ബൗള് ചോറിനാണ് ഞാൻ ഈ പറയണത്. വെന്ത ചോറ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള ഒരു മീഡിയം ബൾബായിട്ടുള്ള ഇതെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങളും എടുത്തോളൂ, ഒരു 7-8 അല്ലി വരണ പോലെ. ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുക. ചിലവർ തന്നെ ചെയ്യാറുണ്ട്. അമ്മ തന്നെയും ചെയ്യും, കമ്പൈൻ ചെയ്തിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 4 ചെറിയുള്ളി കൂടുതലാവരുത്. എപ്പോഴും വെളുത്തുള്ളിയാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതെല്ലാം നീളത്തിൽ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇത് നോക്കൂ, എൻ്റെ തൊട്ടടുത്ത വീട്ടിലത്തെ ആ ഒരു യൂറോപ്യൻ സ്ത്രീൻ്റെ അവര് വീട്ടിൽ വിളഞ്ഞതാണത്രേ. പലതരം ചെറിയ തക്കാളികൾ ഇതാ കുറച്ച് മുമ്പ് വന്ന് തന്നിട്ട് പോയി. വിനി കഴിച്ചോളൂ, നല്ലതാണ്, ഒരു ഓർഗാനിക് ആണ്, ഒരു വളം ഇടാണ്ട് ഇതാക്കിയതാണ് പറഞ്ഞ് വെളിയിൽ നിന്ന് അവര് പിന്നാമ്പുറത്ത് അപ്പോൾ അവർ പെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ബൗള് തന്നിട്ട് പോയി. അപ്പോൾ ഇന്ന് എൻ്റെ ലഞ്ചിന് ഇത് സൂപ്പർ ആയിരിക്കും. ഒരു ബൗള് വെളുത്തുള്ളി ഉരുക്കും ഈ കംപ്ലീറ്റ് തക്കാളി ഞാൻ കഴിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പച്ചക്കറി കഴിക്കണ മാതിരി ഈ വീട്ടിൻ്റെ ഉള്ള ആരും കഴിക്കാറില്ല. അപ്പോൾ വെളുത്തുള്ളി ഉരുക്കാണെങ്കിൽ ആ പ്രസവ ശുശ്രൂഷ പോലുള്ളതായതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടമല്ല താനും. അതുകൊണ്ട് സാരമില്ല, നോ പ്രോബ്ലം. അപ്പം ഞാൻ ഇതും അങ്ങോട്ട് മുറിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. ഇത് മുറിക്കുക, കുരുമുളക് പൊടി, ഉപ്പുപൊടി, ലേശം ഒലിവ് ഓയിൽ മാത്രം ഇടുക. ജസ്റ്റ് ദാറ്റ്സ് ഓൾ. ചോറിൻ്റെ കൂടെ സുഖസുന്ദരമായി കഴിക്കാം നമുക്ക്. അപ്പം എല്ലാം നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പുരട്ടി വെക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളകിൻ്റെ എരിവായിരിക്കണം കൂടുതലും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി
നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ പുരട്ടി വയ്ക്കുക. ഞാനിപ്പോൾ ഒരു ബൗളിനുള്ളതാണ് കാണിക്കണത് ചോറിന്. എന്താ വെച്ചാൽ എൻ്റെ അടുത്തുള്ളത് ചെറിയ ബൗളിന് ഒരു ബൗളാണ് ചോറ്. അപ്പം ഇത് നന്നായിട്ട് ഇതുപോലെ പുരട്ടി. ഇനി നെയ്യിലോ ഇല്ലെങ്കിൽ നല്ലെണ്ണയിലോ നിങ്ങൾക്ക് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കലന്ന് ഇങ്ങനെ കടിച്ച് മുറിച്ച് കൊണ്ടാട്ടം പോലെ ആവരുത്. അതിന് പകരം എന്താ പറയുക, നന്നായിട്ട് മൊരിയും വേണം, എന്നാൽ പദത്തിലെടുക്കുകയും വേണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ആക്കിയെടുക്കാം. അപ്പോൾ ചീഞ്ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് നെയ്യ് മൂത്ത് ഭയങ്കര കായാൻ പാടില്ല. ആ സമയമാകുമ്പോഴേക്കും തന്നെ ഇത് പദത്തിലിട്ട് കൊടുക്കാം. അപ്പോഴേ ആ ഫ്ലേവർ ഇറങ്ങുള്ളൂ. ഇനി പതുക്കെ സ്ലോയില് വെളുത്തുള്ളി അങ്ങോട്ട് ഉരുക്കാൻ അങ്ങോട്ട് വെക്കുക. ഇതെന്താണ് പൊതുവേ ചെയ്യുക, നമ്മൾ കുട്ടിയെ ആദ്യം കുളിപ്പിച്ച് കുട്ടിക്ക് പാല് കൊടുത്ത് ഉറക്കി കിടത്തി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയും കുഴമ്പും തേച്ച് എല്ലാം കഴിഞ്ഞ് ഇരുന്ന് നമ്മൾ പോയി കുളിച്ച് വരുമ്പോഴേക്കും ഒരു ഉരുള കറക്റ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും മുത്തശ്ശിയോ അമ്മയോ. അതങ്ങോട്ട് കഴിച്ചിട്ട് പോയി മുണ്ട് വേഷ്ടി ഉടുത്തിട്ട് കെട്ടി ഉടുത്ത് നന്നായിട്ട് കാലും കൂട്ടി മലർന്ന് അങ്ങോട്ട് കിടക്കുക. പ്രസവ ശുശ്രൂഷ ഇതിലപ്പുറം വേറെ ഒന്നുമില്ല. നട്ടൽ വേദനയല്ല, ഒന്നും വരില്ല. ഇതൊന്നും ഫോളോ ചെയ്യാണ്ട് ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ അമ്മമാര് പറയണത് ആദ്യം കേൾക്കാൻ പഠിക്കുക. 2 സിസേറിയനും ഞാൻ നീറ്റായിട്ട് പ്രസവ ശുശ്രൂഷ ഫോളോ ചെയ്ത ആളാണ് ഞാൻ. ഈശ്വരൻ അനുഗ്രഹിച്ച് രാവിലെ തൊട്ട് രാത്രി വരയ്ക്കും നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പം നമ്മളൊക്കെ കുക്കിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ദുബായിൽ അടക്കം ഞാനിപ്പോൾ കുക്കിംഗ് ക്ലാസ്സിന് പോയി പഠിക്കുന്ന സമയത്ത് അടക്കം രാവിലെ മുതൽ നമ്മൾ നിൽക്കണതാണ്. അതൊന്നും ആ ഒരു നട്ടൽ വേദനയൊന്നും വരില്ല. അതൊക്കെ ഗ്യാരണ്ടിയാണ്. അവർ നോക്കിയ ശുശ്രൂഷയൊക്കെ അത് അത്രയും ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത് വല്ലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയാലും ഒന്ന് ഉണ്ടാക്കി കഴിക്കൂ കേട്ടോ. നല്ല സിമ്മിൽ വെച്ചിട്ട് അതാവട്ടെ. ഓക്കെ, ഇത്രയും നെയ്യ് വേണോ ചോദിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പൊതുവേ നന്നായിട്ട് എടുത്താൽ നല്ലതാണ്. നമ്മൾ എപ്പോഴും കഴിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇതാവട്ടെ. നല്ല മണം, ഉരുകിൻ്റെ ആ ഉരുക്കിയതിൻ്റെ മണം കലകലന്നാവരുത്, എന്നാ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് ചോറ് ഇതിലേക്കാണ്ട് വെച്ചു. വാവ്, ഓർമ്മകൾ. അമ്മ തന്നെ, എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട കാര്യമേ വന്നിട്ടില്ല എന്നെ. ഇത് ചില ആൾക്കാർക്ക് ഫ്ലേവർ ഇഷ്ടമല്ല പറഞ്ഞിട്ടേ എനിക്കതൊന്നും ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സൂപ്പർ പാലക്കാടൻ ഉള്ളി ഉരുക്ക്, വെളുത്തുള്ളി ഉരുക്ക് റെഡി. എൻ്റെ സാലഡും റെഡി. സൂപ്പറായിട്ട് ഇട്ടോളൂ. ഒരു ഇതും കൂടി ഇടാതെ കളക്കല്ലേ, നല്ല വ്യത്യാസമായ രുചി. അപ്പം ഞാൻ ഊണ് കഴിക്കട്ടെ. ഓക്കെ, സെർവ് ചെയ്യാം. അപ്പം നമുക്ക് വിളമ്പാം. വാവ്, എന്താ ടേസ്റ്റ് ഉണ്ടാവുക, ആലോചിക്കാൻ വയ്യ മക്കളെ. ഒരു ഉരുള തരണതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗള് ചോറിട്ടിട്ടാണ് കഴിക്കാൻ വന്നത്. നിങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ മെമ്മറീസാണ് നമ്മുടെ. സലാഡ് വിളമ്പട്ടെ. ഇനി നമ്മുടെ ഓർഗാനിക് സാലഡ് കംപ്ലീറ്റ്, പലതരമുള്ള തക്കാളി കൊണ്ടുള്ള സാലഡ്.
ഇനി എന്താ എനിക്ക് വേണ്ടത്? സുഖസുന്ദരമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുക, അത്ര തന്നെ. അപ്പോൾ ഇതാ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ച് മറ്റേ തണുത്ത ചോറാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടോ? കഴിക്കാം. അപ്പോൾ വീണ്ടും ഒറ്റയ്ക്ക് ഡെലിവറി കഴിഞ്ഞവർ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. പറയാതിരിക്കാൻ വയ്യാട്ടോളെ. ഈ തക്കാളികൾ അസലുണ്ട്. അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഭക്ഷണമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവർ തന്നില്ലേ, തിരിച്ച് ഇഡ്ഡലിയോ സാമ്പാറോ. പക്ഷെ എരിവ് കഴിക്കാൻ അവർക്ക് പറ്റില്ല, നമ്മുടെ അത്ര എരിവൊന്നും കഴിക്കില്ല. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യലായിട്ട് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അതേമാതിരി സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ തേങ്ങാ ചട്നി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ പണിയാരം ഉണ്ടാക്കിയിട്ട് ചട്നി ഉണ്ടാക്കിയിട്ട് കൊടുക്കും. അവരൊക്കെ 6 മണിക്ക് ഡിന്നർ കഴിക്കണവരാണ്. അപ്പം ഞാനൊരു 5 മണിയാകുമ്പോൾ കൊടുത്താൽ അവർക്ക് മകനും ഭയങ്കര ഇഷ്ടമാണ്. ഈച്ച് ബൈറ്റ് സൂപ്പർ. എന്തൊക്കെയാ പച്ചക്കറി അറിയോ, എന്തൊക്കെയോ ഉണ്ട്. ഫുൾ കാർഷികമാണ്. നമുക്കാണെങ്കിൽ ആ ഭാഗത്തേക്ക് അറിയൂല. ഒക്കെ തരൂ കേട്ടോ, ഞാനും ഒക്കെ കൊടുക്കും. ചിലപ്പോൾ എരിവ് കൂടിയാൽ പറയും, വിനി വെരി സ്പൈസി എന്ന് പറയും. പാവം തോന്നിക്കും എനിക്ക്. ഞാൻ അപ്പോൾ പറയും, സോറി, നെക്സ്റ്റ് ടൈം ഐ വിൽ മേക്ക് ലെസ് സ്പൈസി. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. Till then, take care and bye-bye. Vinny's Kitchen.